ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് റവ എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് കേട്ടോ. വറുക്കാത്ത റവ വേണേലും എടുക്കാവുന്നുള്ളൂ. അതിലോട്ടൊരു ചെറിയ പാക്ക് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളം ആവശ്യത്തിന് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇതാണ് ശരിക്ക് പരുവം, പക്ഷെ ഞാൻ കുറച്ചും കൂടെ റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ അളവ് പറയുകയാണെങ്കിൽ ഒരു 500 ഗ്രാം റവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ പേക്ക് ഫുള്ളായിട്ട് ഞാൻ ചേർത്തു, കാരണം ഇനി തികയാതെ വരണ്ട. അപ്പോൾ ഏതായാലും ഒരു പേക്ക് ഫുൾ തൈരും ചേർക്കാം, ആ ഒരു 500 ഗ്രാമിൻ്റെ ഫുൾ റവയും ചേർക്കാം. ഞാനിതിവിടെ വീണ്ടും കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആ ഒരു റവ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും അത് പൊങ്ങി വന്നോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവരുതല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ടിത് അതുപോലെ പുതിനയുടെ ഇലയും ചെറുതായിട്ട് അരിഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, അത് അതുപോലെ ചുട്ടെടുക്കാം. സിമ്പിളായിട്ട് അതുപോലെ ചുട്ടെടുക്കുക. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ വീണ്ടും എണ്ണ പുരട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. സംഭവം റെഡി. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മേലെ ചെറിയ തക്കാളി പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഉള്ളി ചേർക്കുന്ന സമയത്ത് തന്നെ ക്യാരറ്റ്, ക്യാബേജ് എന്നിങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്.